എല്ലാവർക്കും ഇന്നത്തെ റീഡിങ്ങിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്നത്, നിങ്ങളിപ്പോൾ നോ കോണ്ടാക്ട് സിറ്റുവേഷനിലാണെങ്കിൽ ആ പേഴ്സൺ ഇപ്പോൾ നിങ്ങളോട് സംസാരിക്കാൻ എത്രമാത്രമാണ് ആഗ്രഹിക്കുന്നത് എന്നാണ് നമ്മളിന്ന് നോക്കാൻ പോകുന്നത്. അതുമാത്രമല്ല, നമ്മളിന്ന് നോക്കാൻ പോകുന്നത് നിങ്ങളോട് സംസാരിക്കുന്ന കാര്യത്തെക്കുറിച്ച് ആ പേഴ്സൺ ചിന്തിക്കുന്ന സമയത്തുള്ള ആ പേഴ്സൻ്റെ ഫീലിങ്സ് എന്താണ് എന്നും നമ്മളിന്ന് നോക്കുന്നുണ്ട്. അതായത് ആദ്യം നമുക്ക് നോക്കാം ആ പേഴ്സൺ നിങ്ങളോട് സംസാരിക്കാൻ ആഗ്രഹിക്കുന്നുണ്ടോ എന്ന്. അതിനുശേഷം നമുക്ക് നോക്കാം ആ പേഴ്സൺ എത്രമാത്രമാണ് നിങ്ങളോട് സംസാരിക്കാൻ ആഗ്രഹിക്കുന്നത്. അതിനുശേഷം നമുക്ക് നോക്കാം നിങ്ങളോട് സംസാരിക്കുന്ന കാര്യത്തെക്കുറിച്ച് ചിന്തിക്കുന്ന സമയത്തുള്ള ആ പേഴ്സൻ്റെ ഫീലിങ്സ് എന്താണ് എന്നും നമുക്ക് നോക്കാം. അതായത് ആ പേഴ്സൻ്റെ ചിന്തകൾ എന്താണ്, അല്ലെങ്കിൽ ആ പേഴ്സൻ്റെ ഫീലിങ്സ് എന്താണ് എന്നും നമുക്ക് നോക്കാം. ഇതെല്ലാം തന്നെ നമ്മളിന്ന് നോക്കുന്നുണ്ട്. റീഡിംഗ് സ്റ്റാർട്ട് ചെയ്യുന്നതിന് മുൻപ് നിങ്ങൾക്ക് ഈ റീഡിംഗ് ഇഷ്ടമാവുകയാണെങ്കിൽ, ഇതുപോലുള്ള റീഡിങ്സ് ഇനിയും കാണുന്നുണ്ടെങ്കിൽ ഈ ചാനൽ സപ്പോർട്ട് ചെയ്യുക. നിങ്ങളുടെ സപ്പോർട്ടാണ് എൻ്റെ മോട്ടിവേഷൻ. അതുകൊണ്ടാണ് നിങ്ങൾക്ക് ഈ റീഡിംഗ് ഇഷ്ടമാവുകയാണെങ്കിൽ ഈ ചാനലിലെ മറ്റ് വീഡിയോസും ഒന്ന് കണ്ടു നോക്കുക. ഇഷ്ടമാവുകയാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. നമുക്ക് വേഗം തന്നെ ഇന്നത്തെ റീഡിങ്ങിലേക്ക് കിടക്കാം. ആ പേഴ്സൺ നിങ്ങളോട് സംസാരിക്കാൻ ആഗ്രഹിക്കുന്നുണ്ടോ എന്ന് ചോദിച്ചാൽ, ഈ കാർഡിൽ നിന്ന് തന്നെ നിങ്ങൾക്ക് അതിനുള്ള ഉത്തരം കിട്ടിയിട്ടുണ്ടായിരിക്കുമെന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. ഇനി കിട്ടിയിട്ടില്ലെങ്കിൽ ഞാൻ പറയാം. ആ പേഴ്സൺ നിങ്ങളോട് സംസാരിക്കാൻ ആഗ്രഹിക്കുന്നുണ്ട്, ഒത്തിരി ആഗ്രഹിക്കുന്നുണ്ട്. നിങ്ങൾ എത്രത്തോളമാണോ ആ പേഴ്സണോട് സംസാരിക്കാൻ ആഗ്രഹിക്കുന്നത്, അല്ലെങ്കിൽ ആ പേഴ്സണോട് സംസാരിക്കുന്ന കാര്യം ചിന്തിക്കുമ്പോൾ നിങ്ങൾ എത്രമാത്രമാണോ സന്തോഷിക്കുന്നത്, അത്രമാത്രം തന്നെ ആ പേഴ്സണും സന്തോഷിക്കുന്നുണ്ട് എന്നുള്ളതാണ്. ആ പേഴ്സൺ നിങ്ങളോട് സംസാരിക്കാൻ ഒരുപാട് ആഗ്രഹിക്കുന്നുണ്ട്. മാത്രമല്ല, എത്രയും പെട്ടെന്ന് നിങ്ങളോട് സംസാരിക്കണമെന്നാണ് ആ പേഴ്സൺ ആഗ്രഹിക്കുന്നത്. നിങ്ങളോട് സംസാരിക്കുന്ന കാര്യത്തെക്കുറിച്ച് ചിന്തിക്കുമ്പോൾ ആ പേഴ്സൺ ഒരുപാട് സന്തോഷിക്കുന്നുണ്ട് എന്നും എനിക്കിവിടെ മനസ്സിലാകുന്നുണ്ട്. ഇനി നമുക്ക് നോക്കാം, നിങ്ങളോട് സംസാരിക്കുന്ന കാര്യത്തെക്കുറിച്ച് ചിന്തിക്കുമ്പോൾ ആ പേഴ്സൻ്റെ മനസ്സിൽ വരുന്ന കാര്യങ്ങൾ എന്താണ്. അതായത് ആ സമയത്ത് ആ പേഴ്സൺ എന്താണ് ചിന്തിക്കുന്നത്. അതായത് നിങ്ങളോട് സംസാരിക്കുന്ന കാര്യത്തെക്കുറിച്ച് ചിന്തിക്കുമ്പോൾ ആ പേഴ്സൻ്റെ മനസ്സിലേക്ക് വരുന്ന കാര്യങ്ങൾ എന്താണ്, അതായത് ആ പേഴ്സൻ്റെ ഫീലിങ്സ് എന്താണ് എന്ന് നമുക്ക് നോക്കാം. എനിക്കിവിടെ മനസ്സിലാകുന്ന ഒരു കാര്യം എന്താണെന്നറിയോ, ആ പേഴ്സണ് നിങ്ങളോട് സംസാരിക്കാൻ ഒത്തിരി ആഗ്രഹമുണ്ട്. പക്ഷേ അതേസമയം തന്നെ ആ പേഴ്സണ് നിങ്ങളോട് സംസാരിക്കാൻ ഒരു കോൺഫിഡൻസ് കിട്ടുന്നില്ല, അല്ലെങ്കിൽ ഒരു പേടിയും ഉണ്ട് എന്ന് പറയാം. പേടി എന്ന് പറയുമ്പോൾ എന്തുകൊണ്ടാണെന്ന് വെച്ചാൽ ആ പേഴ്സൺ ഇങ്ങനെ ചിന്തിക്കുന്നുണ്ട്. അതായത് ആ പേഴ്സൺ ഇങ്ങനെ ചിന്തിക്കുകയാണ്, നിങ്ങളോട് സംസാരിക്കാൻ വേണ്ടി ആ പേഴ്സൺ വരികയാണ്. പക്ഷെ നിങ്ങൾ ആ പേഴ്സണോട് സംസാരിക്കാൻ ഒരു താല്പര്യവും കാണിക്കുന്നില്ല. അതായത് ആ പേഴ്സൺ ചിന്തിക്കുന്ന കാര്യമാണ്, നിങ്ങളോട് സംസാരിക്കുന്ന കാര്യം വരുമ്പോൾ, അല്ലെങ്കിൽ അതിനെക്കുറിച്ച് ചിന്തിക്കുമ്പോൾ ആ പേഴ്സൺ സന്തോഷിക്കുന്നുണ്ടെങ്കിൽ പോലും ആ പേഴ്സൺ അതിനോടൊപ്പം ചിന്തിക്കുന്നുണ്ട്. നിങ്ങളോട് സംസാരിക്കാൻ ആ പേഴ്സൺ വരികയാണെങ്കിൽ നിങ്ങൾ അതിനൊരു താല്പര്യം കാണിക്കില്ല. അതായത് ആ പേഴ്സണോട് സംസാരിക്കാൻ നിങ്ങൾക്കൊരു താല്പര്യവും ഉണ്ടാവില്ല എന്ന് ആ പേഴ്സൺ ചിന്തിക്കുന്നുണ്ട്. നിങ്ങൾ ആ പേഴ്സൺ എന്തെങ്കിലും പറയുകയാണെങ്കിൽ തന്നെ, ഇനി നിങ്ങൾ ആ പേഴ്സൺ പറയുന്നത് കേൾക്കുകയാണെങ്കിൽ തന്നെ അതിന് വലിയ പ്രാധാന്യമൊന്നും നിങ്ങൾ കൊടുക്കില്ല. അതായത് നിങ്ങളിനി ആ പേഴ്സണ് സംസാരിക്കാൻ ഒരു അവസരം കൊടുക്കുകയാണെങ്കിൽ പോലും ആ പേഴ്സൺ പറയുന്ന കാര്യങ്ങൾക്ക് നിങ്ങൾ അത്ര പ്രാധാന്യം കൊടുക്കില്ല എന്നും ആ പേഴ്സൺ ചിന്തിക്കുന്നുണ്ട്. അതായത് ആ പേഴ്സൺ ഇങ്ങനെ നിങ്ങളോട് ഒരുപാട് കാര്യങ്ങൾ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. വളരെ പ്രധാനപ്പെട്ടതായിട്ട് ആ പേഴ്സണ് തോന്നിയ ഒരുപാട് കാര്യങ്ങൾ ആ പേഴ്സൺ ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. എന്നിട്ട് നിങ്ങളോട് എന്തെങ്കിലും ചോദിക്കുന്ന സമയത്ത്, അതായത് നിങ്ങൾക്ക് എന്തെങ്കിലും പറയാനുണ്ടോ എന്ന് ചോദിക്കുന്ന സമയത്തായിരിക്കും നിങ്ങൾ ചോദിക്കുന്നുണ്ടാവുക, എന്താണ് പറഞ്ഞത്, ഞാൻ കേട്ടില്ല, ഒന്നുകൂടി പറയൂ എന്ന് നിങ്ങൾ ചോദിക്കുമായിരിക്കാം. അതായത് ആ പേഴ്സൺ പറയുന്നതൊന്നും നിങ്ങൾ ശ്രദ്ധിക്കുന്നുണ്ടാവില്ല, അല്ലെങ്കിൽ ശ്രദ്ധിക്കില്ല എന്ന് ആ പേഴ്സൺ ചിന്തിക്കുന്നുണ്ട്. അതായത് ആ പേഴ്സൻ്റെ വാക്കുകൾക്ക് നിങ്ങൾ പ്രാധാന്യം കൊടുക്കില്ല, അല്ലെങ്കിൽ ആ പേഴ്സൺ പറയുന്ന കാര്യങ്ങൾക്ക് നിങ്ങൾ പ്രാധാന്യം കൊടുക്കില്ല എന്ന് ആ പേഴ്സൺ ചിന്തിക്കുന്നുണ്ട്. ഇനി നിങ്ങൾ അങ്ങനെ ചോദിക്കുകയാണെങ്കിൽ ആ പേഴ്സണ് ഒത്തിരി വിഷമമാകും. അതായത് ആ പേഴ്സൺ നിങ്ങളോട് സംസാരിക്കാൻ വന്നിട്ട് നിങ്ങൾ അതിന് ഒരു പ്രാധാന്യം കൊടുത്തില്ല എന്നുണ്ടെങ്കിൽ, അല്ലെങ്കിൽ ആ പേഴ്സണ് സംസാരിക്കാൻ അവസരം കൊടുത്തില്ല എന്നുണ്ടെങ്കിൽ, ഇനി ആ പേഴ്സണ് സംസാരിക്കാൻ നിങ്ങളൊരു അവസരം കൊടുത്താലും ആ പേഴ്സൺ സംസാരിക്കുമ്പോൾ നിങ്ങൾ അതിന് പ്രാധാന്യം കൊടുത്തില്ല എന്നുണ്ടെങ്കിൽ അത് ആ പേഴ്സൺ ഒരുപാട് വിഷമമാകും എന്നുള്ളതാണ് എനിക്കിവിടെ മനസ്സിലാകുന്നത്. അതിനെക്കുറിച്ചാണ് ആ പേഴ്സൺ ഇപ്പോൾ ചിന്തിക്കുന്നത്. നിങ്ങളോട് സംസാരിക്കണമെന്ന് ആ പേഴ്സൺ ഒരുപാട് ആഗ്രഹിക്കുന്നുണ്ട്. പക്ഷേ ആ പേഴ്സൺ അതിനെക്കുറിച്ച് ചിന്തിക്കുമ്പോഴെല്ലാം ആ പേഴ്സണൊരു പേടിയുണ്ട്. അതായത് നിങ്ങൾ ആ പേഴ്സൺ സംസാരിക്കുന്നത് കേൾക്കാൻ തയ്യാറാവുമോ
അത് നിങ്ങൾ കേട്ടാൽ തന്നെ നിങ്ങൾ അതിനൊരു പ്രാധാന്യം കൊടുക്കുമോ എന്ന് ആ പേഴ്സൺ ചിന്തിക്കുന്നുണ്ട് എന്നാണ് എനിക്കിവിടെ മനസ്സിലാകുന്നത്. ഒരു കാര്യം എനിക്കിവിടെ മനസ്സിലാകുന്നത്, നിങ്ങളോട് സംസാരിക്കുന്ന കാര്യം വരുമ്പോൾ ആ പേഴ്സൺ ഇങ്ങനെ ചിന്തിക്കാറുണ്ട് നിങ്ങളോട് എന്തൊക്കെയാണ് സംസാരിക്കേണ്ടത്, എന്തെല്ലാം കാര്യങ്ങളാണ് ആ പേഴ്സൺ സംസാരിക്കേണ്ടത്, അതിനെക്കുറിച്ചൊക്കെ ആ പേഴ്സൺ ചിന്തിക്കാറുണ്ട്. ചിലപ്പോഴെങ്കിലും ആ പേഴ്സൺ ഒരു ആശയക്കുഴപ്പത്തിലായി പോകാറുണ്ട്. എന്തൊക്കെയാണ് ഞാൻ സംസാരിക്കുക എന്നോർത്ത് ആ പേഴ്സൺ ഒരു ആശയക്കുഴപ്പത്തിലായി പോകാറുണ്ട്. മറ്റൊരു കാര്യം എനിക്കിവിടെ മനസ്സിലാകുന്നത്, മേ ബി ആ പേഴ്സൺ നിങ്ങളെ സ്വപ്നം കാണുന്നുണ്ടായിരിക്കാം. അതായത് നിങ്ങൾ ആ പേഴ്സണോട് സംസാരിക്കുന്നതായിട്ടോ ആ പേഴ്സൺ നിങ്ങളോട് സംസാരിക്കുന്നതായിട്ടോ ആ പേഴ്സൺ സ്വപ്നം കാണുന്നുണ്ടാവാം, അല്ലെങ്കിൽ നിങ്ങളെ ആ പേഴ്സൺ സ്വപ്നം കാണുന്നുണ്ടാവാം, അല്ലെങ്കിൽ നിങ്ങളെക്കുറിച്ച് ആ പേഴ്സൺ ഒരുപാട് ചിന്തിക്കുന്നുണ്ടാവാം. ആ ഒരു മെസ്സേജ് എനിക്ക് ലഭിക്കുന്നുണ്ട്. മാത്രമല്ല, നിങ്ങൾ ആ പേഴ്സണെ കുറിച്ച് ഇതുപോലെ ചിന്തിക്കുന്നുണ്ടാവുമോ, അതായത് ആ പേഴ്സൺ നിങ്ങളെക്കുറിച്ച് ചിന്തിക്കുന്നത് പോലെ നിങ്ങളും ആ പേഴ്സണെ കുറിച്ച് ചിന്തിക്കുന്നുണ്ടാകുമോ എന്ന് ആ പേഴ്സൺ ചിന്തിക്കാറുണ്ട്. ആ ഒരു മെസ്സേജും എനിക്കിവിടെ ലഭിക്കുന്നുണ്ട്. ഈ ഒരു മെസ്സേജ് എല്ലാവർക്കും റെസനേറ്റ് ആവില്ല. ഇത് വളരെ സ്പെസിഫിക് ആയിട്ടുള്ളൊരു മെസ്സേജാണ്. പക്ഷേ ആ ഒരു മെസ്സേജ് എനിക്കിവിടെ ശക്തമായിട്ട് ലഭിക്കുന്നുണ്ട്. അതുകൊണ്ടാണ് ഞാൻ പറയുന്നത്, ആ പേഴ്സൺ നിങ്ങളോട് സംസാരിക്കാൻ വരികയാണെങ്കിൽ മേ ബി ആ പേഴ്സൻ്റെ മാതാപിതാക്കളോടൊപ്പം ആയിരിക്കാം നിങ്ങളോട് സംസാരിക്കാൻ വരിക. അതായത് നിങ്ങളെക്കുറിച്ച് ആ പേഴ്സൻ്റെ മാതാപിതാക്കളോട് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ആ പേഴ്സൻ്റെ മാതാപിതാക്കൾക്കൊപ്പമായിരിക്കാം നിങ്ങളോട് സംസാരിക്കാൻ വരിക. എന്തുകൊണ്ടാണെന്ന് എനിക്കറിയില്ല. ആ ഒരു മെസ്സേജ് എനിക്ക് ലഭിക്കുന്നുണ്ട്, അതുകൊണ്ടാണ് ഞാൻ പറയുന്നത്. പക്ഷേ ഇതെല്ലാവർക്കും റെസനേറ്റ് ആവണമെന്നില്ല. മറ്റൊരു കാര്യം എനിക്കിവിടെ മനസ്സിലാകുന്നത്, ആ പേഴ്സൻ്റെ മാതാപിതാക്കളെ അല്ലെങ്കിൽ ആ പേഴ്സൻ്റെ വീട്ടുകാരെ ആ പേഴ്സൺ എത്രമാത്രം സ്നേഹിക്കുന്നുണ്ടോ, അല്ലെങ്കിൽ എത്രമാത്രം ബഹുമാനിക്കുന്നുണ്ടോ, എത്രമാത്രം ഇഷ്ടപ്പെടുന്നുണ്ടോ, അല്ലെങ്കിൽ അവർക്ക് എത്രമാത്രം പ്രാധാന്യം ആ പേഴ്സൺ നൽകുന്നുണ്ടോ, അത്രത്തോളം പ്രാധാന്യം തന്നെ ആ പേഴ്സൺ ഇപ്പോഴും നിങ്ങൾക്ക് നൽകുന്നുണ്ട് എന്ന് ആ പേഴ്സൺ നിങ്ങളോട് പറയാൻ ആഗ്രഹിക്കുന്നുണ്ട്. ആ ഒരു മെസ്സേജും എനിക്കിവിടെ ലഭിക്കുന്നുണ്ട്. അതുകൊണ്ടാണ് ഞാൻ പറയുന്നത്, മേ ബി ഇപ്പോൾ നിങ്ങൾ ചിന്തിക്കുന്നുണ്ടായിരിക്കാം, ഇപ്പോൾ ഒരു നോ കോൺടാക്ട് സിറ്റുവേഷൻ ആണ്, അതുകൊണ്ട് തന്നെ ആ പേഴ്സണ് ഇപ്പോഴും നിങ്ങളോട് ഇഷ്ടമുണ്ടാകുമോ എന്ന് നിങ്ങൾ ചിന്തിക്കുകയാണെങ്കിൽ ആ പേഴ്സണ് നിങ്ങളോട് ഇഷ്ടമുണ്ട്. ഇഷ്ടത്തോടൊപ്പം തന്നെ അതിലുപരി ആ പേഴ്സൺ നിങ്ങളെ ബഹുമാനിക്കുന്നുണ്ടെന്നാണ് എനിക്കിവിടെ മനസ്സിലാകുന്നത്. അതായത് ഇഷ്ടം എന്നതിലുപരി അല്ലെങ്കിൽ സ്നേഹം എന്നതിലുപരി ആ പേഴ്സൺ നിങ്ങളെ ഒരുപാട് ബഹുമാനിക്കുന്നുണ്ടെന്നാണ് എനിക്കിവിടെ മനസ്സിലാകുന്നത്. നിങ്ങളും ആ പേഴ്സണെ ഒരുപാട് ബഹുമാനിക്കുന്നുണ്ടായിരിക്കാം. പക്ഷേ നിങ്ങൾ ആ പേഴ്സണെ ബഹുമാനിക്കുന്നതിനേക്കാൾ ആ പേഴ്സൺ നിങ്ങളെ ബഹുമാനിക്കുന്നുണ്ടെന്നാണ് എനിക്കിവിടെ മനസ്സിലാകുന്നത്. അല്ലെങ്കിൽ ആ പേഴ്സൺ അങ്ങനെ ചിന്തിക്കുന്നുണ്ട്. അതായത് ആ പേഴ്സണെ നിങ്ങൾ ബഹുമാനിക്കുന്നതിനേക്കാൾ ആ പേഴ്സൺ നിങ്ങളെ ബഹുമാനിക്കുന്നുണ്ടെന്ന് ആ പേഴ്സൺ വിശ്വസിക്കുന്നുണ്ട്. എന്ന് വെച്ചാൽ നിങ്ങൾ ആ പേഴ്സണെ ബഹുമാനിക്കുന്നില്ല എന്നല്ല, നിങ്ങൾ ആ പേഴ്സണെ ബഹുമാനിക്കുന്നുണ്ട്. പക്ഷേ നിങ്ങൾ ആ പേഴ്സണെ ബഹുമാനിക്കുന്നതിനേക്കാൾ വ്യക്തി നിങ്ങളെ ബഹുമാനിക്കുന്നുണ്ടായിരിക്കാം, അല്ലെങ്കിൽ ആ വ്യക്തി അങ്ങനെ ചിന്തിക്കുന്നുണ്ടായിരിക്കാം. ആ ഒരു മെസ്സേജ് എനിക്കിവിടെ ലഭിക്കുന്നുണ്ട്. അതുകൊണ്ടാണ് ഞാൻ പറയുന്നത്, നിങ്ങൾക്ക് റെസനേറ്റ് ആവുന്നുണ്ടെങ്കിൽ മാത്രം അതെടുക്കാം. ഇതൊക്കെയാണ് നമ്മുടെ ഇന്നത്തെ റീഡിംഗ്. നിങ്ങൾക്ക് ഈ റീഡിംഗ് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ, ഇതുപോലുള്ള റീഡിങ്സ് ഇനിയും കാണുന്നുണ്ടെങ്കിൽ ഈ ചാനൽ സപ്പോർട്ട് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. നിങ്ങൾക്ക് ഈ റീഡിംഗ് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ഇത് മറ്റുള്ളവർക്കും ഷെയർ ചെയ്ത് കൊടുക്കുക. എല്ലാവരും എപ്പോഴും സന്തോഷമായിട്ടിരിക്കുക. ബൈ ബൈ.